ഹിമവാന്റെ മടിത്തട്ടിൽ നിന്നും ഒഴുകി വരുന്ന ഗംഗ വിഭിന്നങ്ങളായിട്ടുള്ള ദേശങ്ങളെ തഴുകി തൻ്റെ ലക്ഷ്യമായിട്ടുള്ള സമുദ്രത്തിലേക്ക് പോയി ചേർന്ന് സമുദ്രവും ഗംഗയും ഒന്നായി മാറുന്നത് പോലെ തന്നെയാണ് ഈ ശാസ്ത്രവും. വിഭിന്നങ്ങളായ ദേശങ്ങളിലൂടെ പോയി അവിടുത്തെ സംസ്കാരങ്ങളെയും തഴുകി പല കാലങ്ങളിലൂടെ പല രീതിയിലുള്ള മനുഷ്യരുടെ സാഹചര്യങ്ങളിലൂടെ സംസ്കാരത്തിലൂടെയൊക്കെ തഴുകി പോകുന്ന ഈ മഹാശാസ്ത്രം വ്യത്യസ്തവും ഭിന്ന പ്രകൃതിയും കൊണ്ടും കാലദേശങ്ങളെ ഉൾക്കൊണ്ടതിൻ്റെ പ്രക്ഷിപ്ത ആശയങ്ങൾ കൊണ്ടും ആ ആശയങ്ങളുടെ അതിപ്രസരം കൊണ്ടും ഇതിലെ അശുദ്ധി, ഇൻ്റലക്ച്വലായിട്ട് വന്നിട്ടുള്ള അശുദ്ധിയെ മനസ്സിലാക്കാൻ സാമാന്യ വ്യക്തിക്ക് എളുപ്പമല്ല, സാമാന്യ ബുദ്ധിക്ക് എളുപ്പമല്ല. അപ്പോൾ നമ്മൾ പല അബദ്ധങ്ങളും ധരിച്ചു വെച്ചിരിക്കും. ബുദ്ധമതത്തിൽ നിന്നുമാണ് തന്ത്രം വന്നതെന്നൊക്കെയുള്ള, ജൈനമതത്തിൽ നിന്നും ആണ് തന്ത്രം വന്നതെന്നൊക്കെയുള്ള അബദ്ധധാരണകളുണ്ട് ധാരാളം. നമുക്കപ്പോൾ ഓരോ ദേശങ്ങളിൽ തന്ത്രം എങ്ങനെയൊക്കെയായിരുന്നു, അവിടെ ഉണ്ടായിരുന്ന ഗ്രന്ഥങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രത്തിലേക്ക് എടുത്ത് ചാടുന്ന പോലെയാണ്. പക്ഷെ എന്നാലും നമ്മളൊന്ന് ശ്രമിക്കാം. ചെറിയ സ്പാർക്കാണെങ്കിൽ പോലും, ചെറിയൊരു ലൈറ്റ് ആണെങ്കിൽ പോലും നമ്മളുടെ ജീവിതത്തെ അത് മുകളിലേക്ക് ഉയർത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ ശാസ്ത്രം ഗുരുമുഖത്ത് നിന്ന് തന്നെ പഠിക്കണമെന്ന് പറയുന്നത്. കാരണം വ്യത്യസ്തമായിട്ടുള്ള ആചാരഭേദങ്ങൾ, വരുന്ന ശിഷ്യന്മാരുടെ ഭാവഭേദങ്ങൾ, അനുഷ്ഠാന രീതികൾ, ഓരോ ദേവതകൾക്കും വ്യത്യസ്തമായിട്ടുള്ള അനേകായിരം ഗ്രന്ഥങ്ങൾ, ഇതെല്ലാം വരുമ്പോഴത്തേക്ക് ഗുരുമുഖത്ത് നിന്ന് തന്നെ സമ്പ്രദായം അനുസരിച്ച് പഠിച്ചില്ലെങ്കിൽ അതിൻ്റെ ഉച്ചാരണ രീതികൾ, സ്വരഭേദം, ഹ്രസ്വമായിട്ടുള്ളത്, ദീർഘമായിട്ടുള്ളത്, എവിടെയൊക്കെയാണ് വരേണ്ടത്, അതുപോലെ തന്നെ ഈ മന്ത്ര ദീക്ഷ തരുന്ന സമയത്തുള്ള ശക്തിപാതം, ഇതൊക്കെ വേണം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇതൊന്നും ചേരാതെ പഠിച്ചാൽ ഹ്രസ്വമാവേണ്ടടുത്ത് ദീർഘവും, ദീർഘമാവേണ്ടടുത്ത് ഹ്രസ്വമായാൽ മൗനമായിട്ടിരിക്കേണ്ടിടത്ത് ഉച്ചരിക്കേണ്ട സ്ഥലത്ത് സ്വാഭാവികമായിട്ടും ഫലം ദുരിതമായിരിക്കും എന്നുള്ള ഉറപ്പല്ലേ.